നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സില ദിലീപ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. പാറളം പഞ്ചായത്ത് കേരളോത്സവം സമാപിച്ചു. അമ്മാടം ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടി. ഹലോ ഇൻഡോർ ക്ലബിന്റെ 10ാം വാർഷികത്തോടനുബന്ധിച്ച് പാറളം പഞ്ചായത്തിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. എറണാകുളം അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസുമായി സഹകരിച്ചാണ് സൗജന്യ മെഡിക്കൽ ക്യാമ്പും സൗജന്യ മരുന്ന് വിതരണവും നടത്തിയത്. പെരുവനം അന്തർദേശീയ ഗ്രാമോത്സവത്തിന്റെ ലോഗോ ദുബായിലെ കേരളോത്സവ ചടങ്ങിൽ വെച്ച് പ്രകാശനം ചെയ്തു. മന്ത്രി PA മുഹമ്മദ് റിയാസ് വാദ്യകലാകാരനും സംഗീത നാടക അക്കാദമി ചെയർമാനുമായ മട്ടന്നൂർ ശങ്കരൻകുട്ടിക്ക് നൽകി പ്രകാശനം ചെയ്തു. CPM ചെയർപേരിയ സമ്മേളനത്തിന്റെ ഭാഗമായി സെമിനാർ സംഘടിപ്പിച്ചു. അവരുടേന്റെയും നമ്മുടേന്റെയും എന്ന വിഷയത്തിൽ സാംസ്കാരിക പ്രവർത്തകൻ K ജയദേവൻ വിഷയാവതരണം നടത്തി. വാർത്തകൾ വിശദമായി. പാറളം പഞ്ചായത്ത് കേരളോത്സവം സമാപിച്ചു. അമ്മാടം ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടി. കേരളോത്സവ സമാപനത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ ചേർപ്പ് ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയ പഞ്ചായത്ത് പരിധിയിലെ വിദ്യാലയങ്ങളെ ആദരിച്ചു. ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ ഉദ്ഘാടനം ചെയ്തു. കേരളോത്സവത്തിൽ 85 പോയിന്റുകളോടെ അമ്മാടം ഓവറോൾ ഫസ്റ്റ് ചാമ്പ്യൻഷിപ്പും ക്യാഷ് പ്രൈസും നേടി. 66 പോയിന്റുകളോടെ PKB വെങ്ങിണിശ്ശേരി ഓവറോൾ സെക്കൻഡ് ചാമ്പ്യൻഷിപ്പും ക്യാഷ് പ്രൈസും കരസ്ഥമാക്കി. ചേർപ്പ് ഉപജില്ലാ കലോത്സവത്തിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയ അമ്മാടം ഗവൺമെന്റ് LP സ്കൂൾ, ചേനം ALP സ്കൂൾ, അമ്മാടം സെയിന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവയെ ചടങ്ങിൽ ആദരിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ മാത്യൂസ് അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ജെയിംസ്, വിദ്യാനന്ദനൻ, K പ്രമോദ്, അംഗങ്ങളായ സ്മിനു മുകേഷ്, KK മണി, PK ലിജീവ് എന്നിവർ സംസാരിച്ചു. ഹലോ ഇൻഡോർ ക്ലബിന്റെ 10ാം വാർഷികത്തോടനുബന്ധിച്ച് പാറളം പഞ്ചായത്തിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. എറണാകുളം അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസുമായി സഹകരിച്ചാണ് സൗജന്യ മെഡിക്കൽ ക്യാമ്പും സൗജന്യ മരുന്ന് വിതരണവും സംഘടിപ്പിച്ചത്. അമ്മാടം സെയിന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനിയിൽ നടന്ന ക്യാമ്പ് CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് ഹെൻറി ജോസഫ് അധ്യക്ഷത വഹിച്ചു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ മുഖ്യാതിഥിയായിരുന്നു. അമ്മാടം സെയിന്റ് ആന്റണീസ് പള്ളി വികാരി ഫാദർ ജെയിംസ് ഇഞ്ചോടിക്കാരൻ, അമൃത ഹോസ്പിറ്റൽ പ്രതിനിധി ജയൻ, ക്ലബ്ബ് സെക്രട്ടറി CT ജോഷി, കൺവീനർ സുജിത്ത് ജോർജ് എന്നിവർ സംസാരിച്ചു. അതായത് നമ്മുടെ നാട്ടിൽ ഇത് ഒരു ചരിത്ര നിമിഷമാണ്. അതായത് ഒരു 2 ലക്ഷം രൂപയുടെ മരുന്ന് ഹലോ കൂട്ടായ്മ എന്ന് പറയുന്നൊരു സംഘടന നമ്മുടെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് സൗജന്യമായി വിതരണവും അതുപോലെ തന്നെ എല്ലാ രീതിയിലുള്ള മെഡിക്കൽ ചെക്കപ്പ് 70 ഡോക്ടർമാരടങ്ങുന്നൊരു സംഘം അമൃത ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ടാണ് ഈ വലിയൊരു പരിപാടി നടപ്പാക്കുന്നത്. അത് വൻ വിജയമായി തീർത്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി. പാറളം പഞ്ചായത്തിൽ ആദ്യമായി നടക്കുന്ന ഇത്രയും വലിയ ഒരു മെഡിക്കൽ ക്യാമ്പ് അത് നമ്മുടെ ഈ ഹലോ ഇൻഡോർ ക്ലബിൻ്റെ 10ാം വാർഷികത്തോടനുബന്ധിച്ച് ഹലോ കുടുംബമാണ് ഇതിനു വേണ്ടി പ്രയത്നിക്കുന്നത്. ലാഭേച്ഛ കൂടാതെ എല്ലാവരും ഒരേ മനസ്സായി ഒരുമിച്ച് പ്രവർത്തിച്ചതിൻ്റെ ഫലമാണ് ഇത്. ഞങ്ങൾ നമ്മുടെ പഞ്ചായത്തിന് കൊടുക്കുന്ന ഒരു സമ്മാനമാണ്. പെരുവനം അന്തർദേശീയ ഗ്രാമോത്സവത്തിന്റെ ലോഗോ ദുബായിലെ കേരളോത്സവ ചടങ്ങിൽ വെച്ച് പ്രകാശനം ചെയ്തു. മന്ത്രി PA മുഹമ്മദ് റിയാസ് വാദ്യകലാകാരനും സംഗീത നാടക അക്കാദമി ചെയർമാനുമായ മട്ടന്നൂർ ശങ്കരൻകുട്ടിക്ക് നൽകി പ്രകാശനം ചെയ്തു. ജനുവരി 3 മുതൽ 5 വരെ പെരുവനത്ത് നടക്കുന്ന 3ാമത് പെരുവനം അന്തർദേശീയ ഗ്രാമോത്സവത്തിന്റെ ലോഗോ ദുബായിലെ കേരളോത്സവ ചടങ്ങിൽ വെച്ച് പ്രകാശനം ചെയ്തു. കലർപ്പുകൾ എന്നതാണ് ഇത്തവണ പെരുവനം ഗ്രാമോത്സവത്തിന്റെ ഇതിവൃത്തമെന്ന് സംഘാടകരായ സർവമംഗള ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ അജയ് കുമാർ പറഞ്ഞു. ഗ്രാമോത്സവത്തിന് മുന്നോടിയായി ചേർപ്പ് സോപാനം ഓഡിറ്റോറിയത്തിൽ ഡിസംബർ 7 വൈകിട്ട് 6 മണിക്ക് നടക്കുന്ന ഗുരുസ്മൃതിയിൽ കവിയും എഴുത്തുകാരനുമായ ഡോക്ടർ P നാരായണൻകുട്ടിയെ അനുസ്മരിക്കും. 8 രാവിലെ 9:30 ഏകദിന സെമിനാറിൽ ഡോക്ടർ P പവിത്രൻ, ഡോക്ടർ KM ഭരതൻ, ഡോക്ടർ CK ജയന്തി, ഡോക്ടർ രജിത രവി, ഡോക്ടർ സജി മാത്യു,
ഡോക്ടർ പി അബ്ദുൾ റസാഖ്, ഡോക്ടർ കെ ഷിബി, PM നാരായണൻ എന്നിവർ പങ്കെടുക്കും. വൈകിട്ട് 5:15 വിദുഷി സുകന്യ രാംഗോപാൽ നയിക്കുന്ന സ്ത്രീതാള തരംഗം പരിപാടി അരങ്ങേറും. CPM ചെയർപേരിയ സമ്മേളനത്തിന്റെ ഭാഗമായി സെമിനാർ സംഘടിപ്പിച്ചു. അവരുടെ ഇന്ത്യയും നമ്മുടെ ഇന്ത്യയും എന്ന വിഷയത്തിൽ സാംസ്കാരിക പ്രവർത്തകൻ K ജയദേവൻ വിഷയാവതരണം നടത്തി. CPM ജില്ലാ കമ്മിറ്റി അംഗം PR വർഗീസ് അധ്യക്ഷനായി. ഏരിയ സെക്രട്ടറി AS ദിനകരൻ, KK അനിൽ, VR ബിജു, VG വനശകുമാരി, KN മധുസൂദനൻ എന്നിവർ സംസാരിച്ചു. തൃശൂർ തൃപ്രയാർ റൂട്ടിലെ ചിറക്കൽ സെന്ററിനടുത്ത് റോഡിലേക്ക് മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. ആളപായമില്ല. ചിറക്കൽ പെട്രോൾ പമ്പിന് സമീപം റോഡരികിലുള്ള കൂറ്റൻ മരമാണ് കടപുഴകി വീണത്. ചേർപ്പ് പോലീസ്, KSEB, നാട്ടിക ഫയർ ആൻഡ് റെസ്ക്യൂ, സിവിൽ ഡിഫൻസ്, ആപ്താമിത്ര വോളണ്ടിയർമാരും ചേർന്ന് മരം മുറിച്ചു മാറ്റിയ ശേഷം ഗതാഗതം പുനഃസ്ഥാപിച്ചു. ചാഴൂർ കോവിലകം പടവിൽ കനത്ത കൃഷിനാശം. ഞായറാഴ്ച നടിയിൽ പൂർത്തിയാക്കിയ പടവാണ് പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങിയത്. 450 ഏക്കറിലാണ് കൃഷിനാശമുണ്ടായത്. നിലമൊരുക്കലും വളമിടലും തുടങ്ങി വലിയ തുക കൃഷിക്കായി ഇറക്കിയ കർഷകർ കൃഷി വെള്ളത്തിലായതോടെ ആശങ്കയിലാണ്. വലിയ നഷ്ടമാണ് ഓരോ കർഷകനും ഉണ്ടായിരിക്കുന്നത്. കാലങ്ങളായി തുടരുന്ന കൃഷിനാശം കർഷകരുടെ ആത്മവിശ്വാസത്തെ ബാധിക്കുമെന്നും പലരും കൃഷി ഉപേക്ഷിക്കാൻ തന്നെ ഒരുങ്ങുകയാണെന്നും കർഷകർ പറയുന്നു. കഴിഞ്ഞ തവണയുണ്ടായ കൃഷിനാശത്തിന്റെ നഷ്ടപരിഹാരം ഇനിയും ലഭിച്ചിട്ടില്ല. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കൂടുതൽ പിന്തുണയുണ്ടായാൽ മാത്രമേ ഇത്തവണയുണ്ടായ കൃഷിനാശത്തിൽ നിന്ന് കരകയറാൻ സാധിക്കൂ. വെള്ളമിറങ്ങിയാൽ കൃഷി തുടരാനായി മൂപ്പ് കുറഞ്ഞ വിത്ത് നൽകണമെന്ന് കൃഷി അധികൃതരോട് കോവിലകം പടവിലെ കർഷകർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞങ്ങളുടെ നാട് ഞായറാഴ്ചയോടുകൂടി അവസാനിച്ചതാണ്. അന്ന് ഉച്ചയ്ക്കിലാണ് നല്ല മഴ പെയ്തിട്ട് കുറച്ച് നടാനുള്ളവർ അവർ കയറിപ്പോയി, നടാൻ പറ്റാണ്ട്. പിന്നെ മഴ അന്ന് തൊട്ട് പിടിച്ച മഴ ഇന്നലെ വരെ, ഇന്ന് രാവിലെ വരെ പിടിച്ചു, അല്ലാതെ മുങ്ങിപ്പോയി. ഒരു ഏക്കറയ്ക്ക് 35,000 രൂപ ഏറ്റവും ചുരുങ്ങിയത് ചിലവ് വരും. ഇപ്രാവശ്യം നാടായപ്പോൾ അതിനേക്കാൾ കൂടുതൽ ചിലവ് വരുന്നതാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. അങ്ങനെ എല്ലാതും പോയി. ഇനി എന്തെങ്കിലും സഹായം ഞങ്ങൾക്ക് ഗവൺമെൻറ് തരുമോ ഒന്നും അറിയില്ല. ഇന്ന് MLA മോഹൻദാൻ കണ്ടപ്പോൾ കളക്ടറോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അത് ഷട്ടർ മുഴുവൻ തുറക്കുമെന്ന് പറഞ്ഞു. അത് തുറന്നോ തുറന്നില്ലെന്ന് അറിയില്ല. ഷട്ടർ പൊട്ടിയിട്ടാണ് വെള്ളം പോകുന്നതാണ് പത്രത്തിൽ ഞങ്ങൾ വായിച്ചത്. അതിനാണ് സ്ഥിതി. വല്ല വിത്തെങ്കിലും ഞങ്ങൾക്ക് ഏതെങ്കിലും കിട്ടിയ എന്തെങ്കിലും പണി കൊണ്ടല്ല, വേറെ കണ്ടത്തിൽ പണി ചെയ്യേണ്ട കാര്യമില്ലല്ലോ. വിത്ത് കിട്ടിയ കെട്ടി വിതയ്ക്കാൻ വെള്ളം ഇറങ്ങിയാൽ. അന്തിക്കാട് പടവിലെ പുല്ല്, ഭഗവതിക്കോൾ, മണ്ടിത്തറ, കായലിക്കോൾ എന്നിവിടങ്ങളിലും വലിയ തോതിൽ വെള്ളം ഉയർന്നിട്ടുണ്ട്. കേരള ജേർണലിസ്റ്റ് യൂണിയൻ തൃശൂർ ജില്ലാ സമ്മേളനം ഡിസംബർ 26, 27 തീയതികളിൽ തൃപ്രയാറിൽ സംഘടിപ്പിക്കും. 26-ന് സാംസ്കാരിക സെമിനാറും 27-ന് പ്രതിനിധി സമ്മേളനവും നടക്കും. സമ്മേളന വിജയത്തിനായി സംഘാടക സമിതി രൂപീകരിച്ചു. സംഘാടക സമിതി രൂപീകരണ യോഗം KJU ദേശീയ കൗൺസിൽ അംഗം ജോസ് താടിക്കാരൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് അജീഷ് കർക്കിടകത്ത് അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി ജോസ് വാവേലി, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ബിജോയ് പെരുമാട്ടിൽ, ജില്ലാ ട്രഷറർ NP ഉദയകുമാർ, മേഖലാ പ്രസിഡന്റ് CS സുനിൽകുമാർ, PM ഹുസൈൻ, EC അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. 101 അംഗ സംഘാടക സമിതിക്ക് രൂപം നൽകി. ഭാരവാഹികളായി ചെയർമാൻ അജീഷ് കർക്കിടകത്ത്, വൈസ് ചെയർമാൻ CS സുനിൽകുമാർ, ജനറൽ കൺവീനർ ജോസ് താടിക്കാരൻ, കൺവീനർ ജോസ് വാവേലി, ജോയിന്റ് കൺവീനർ EC അനിൽകുമാർ, ട്രഷറർ KR മധു എന്നിവരെ തെരഞ്ഞെടുത്തു. ഡിസംബർ 1 ലോക എയ്ഡ്സ് ദിനത്തിനോടനുബന്ധിച്ച് ടീം 5AM 25 കിലോമീറ്റർ വാക്കത്തോൺ സംഘടിപ്പിച്ചു. പെരുമ്പളിശ്ശേരി മില്ലനിയം ക്ലബ്ബിൽ നിന്നും ആരംഭിച്ച് തൃശൂർ പൂരപ്പറമ്പ് ചുറ്റി തിരിച്ച് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ 25.6 കിലോമീറ്റർ നടന്ന് പൂർത്തീകരിച്ചു. 25 കിലോമീറ്റർ വാക്കത്തോൺ രോഹിണി ആശുപത്രിയാണ് സ്പോൺസർ ചെയ്തത്. വാടാനപ്പള്ളി അഖില ഭാരത അയ്യപ്പ സേവാ സംഘം ദേശവിളക്ക് മഹോത്സവം വാടാനപ്പള്ളി ശ്രീ ഭഗവതി ക്ഷേത്ര മൈതാനിയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ശനിയാഴ്ച ശാസ്താംപാട്ട്, മഹാഗുരുതി ചടങ്ങുകൾ നടക്കും. വ്യാഴാഴ്ച രാവിലെ 8-ന് കലവറ നിറയ്ക്കൽ നടക്കും. വെള്ളിയാഴ്ച വൈകിട്ട് 5:30-ന് കാൽനാട്ടുകർമ്മം നടക്കും. ശനിയാഴ്ച രാവിലെ 11 മുതൽ പ്രസാദ ഊട്ട്, വൈകിട്ട് 6-ന് പാലക്കൊമ്പ് എഴുന്നള്ളിപ്പിന്,
ഗണേശമംഗലം മഞ്ഞിപ്പറമ്പിൽ മേപ്പറങ്ങോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെടും. രാത്രി 7 ദേശവിളക്ക് പന്തലിൽ ഭജന, തുടർന്ന് പ്രസാദ ഊട്ടിനു ശേഷം പുലർച്ചെ 3 മഹാഗുരുതിയും നടക്കും. അഖില ഭാരത അയ്യപ്പ സേവാ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ വർഷങ്ങളായിട്ട് നടത്തി വരാറുള്ള ദേശവിളക്ക് മഹോത്സവം ഈ വരുന്ന ഡിസംബർ 6, 7 തീയതികളിൽ വാടാനപ്പള്ളി ഭഗവതി ക്ഷേത്ര മൈതാനിയിൽ ഗംഭീര ആഘോഷങ്ങളായി നടത്തുകയാണ്. പ്രസാദൂട്ട്, ചിന്തുപാട്ട്, പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ്, ഭജൻസ്, ശാസ്താംപാട്ട് തുടങ്ങിയ പരിപാടികളോട് കൂടിയിട്ടാണ് ദേശവിളക്ക് മഹോത്സവം കൊണ്ടാടുന്നത്. ഡിസംബർ 5 തീയതി രാവിലെ 7 മണിക്ക് കലവറ നിറയ്ക്കൽ ചടങ്ങ്. ഡിസംബർ 6 തീയതി പുലർച്ചെ ബ്രഹ്മശ്രീ ചെമ്മാലിൽ ബിജു നാരായണൻ തന്ത്രിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ഗണപതി ഹോമത്തോടുകൂടി ചടങ്ങുകൾ ആരംഭിക്കുകയായി. വാർത്താസമ്മേളനത്തിൽ ചെയർമാൻ പ്രകാശ് കടവിൽ, ട്രഷറർ VN നാരായണ ബാബു, ജനറൽ കൺവീനർ KA രാഹുലൻ, മാതൃസമിതി ചെയർപേഴ്സൺ മാല ജഗദീശൻ, KV ദിലീപ് കുമാർ എന്നിവർ പങ്കെടുത്തു. മണ്ണുത്തിയിൽ എക്സൈസിന്റെ വൻ സ്പിരിറ്റ് വേട്ട. ലോറിയിൽ മുന്തിരിപ്പെട്ടികൾക്കിടയിൽ ഒളിപ്പിച്ചു കടത്തിയ 2600 ലിറ്റർ സ്പിരിറ്റ് പിടികൂടി. സംഭവത്തിൽ 2 പേർ പിടിയിലായി. എക്സൈസിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്നായിരുന്നു പരിശോധന. എക്സൈസ് കമ്മീഷണർ സ്ക്വാഡും തൃശൂർ റേഞ്ചും സംയുക്തമായി ഇന്ന് പുലർച്ചെ മണ്ണുത്തി ദേശീയപാതയിൽ നടത്തിയ വാഹന പരിശോധനയ്ക്കിടയിലാണ് സ്പിരിറ്റ് പിടികൂടിയത്. 79 കന്നാസുകളിലായിട്ടാണ് 2600 ലിറ്റർ സ്പിരിറ്റ് കടത്തിയത്. സംഭവത്തിൽ പാലക്കാട് സ്വദേശി ഹരി, പഴുവിൽ സ്വദേശി പ്രദീപ് എന്നിവർ പിടിയിലായി. ബാംഗ്ലൂരിൽ നിന്ന് മുന്തിരി കച്ചവടത്തിന്റെ മറവിൽ കൊണ്ടുവന്ന സ്പിരിറ്റാണ് പിടികൂടിയത്. തൃശൂർ സ്വദേശിക്ക് കൈമാറാൻ ലക്ഷ്യം വെച്ചായിരുന്നു പ്രതികൾ സ്പിരിറ്റ് കൊണ്ടുവന്നത്. ഇതിനിടയിലാണ് എക്സൈസ് പിടികൂടിയത്. അതേസമയം സ്പിരിറ്റ് വാങ്ങാനെത്തിയ ആൾ എക്സൈസിനെ വെട്ടിച്ച വാഹനത്തിൽ രക്ഷപ്പെട്ടു. ഇയാൾക്കായി എക്സൈസ് സംഘം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എവിടെ നിന്നാണ് ഇത്രയും വലിയ അളവിൽ സ്പിരിറ്റ് കൊണ്ടുവന്നത്, എന്തിനാണ് സ്പിരിറ്റ് കൊണ്ടുവന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളും എക്സൈസ് അന്വേഷിക്കും. മിത്രാനന്തപുരം ശ്രീ വാമനമൂർത്തി ക്ഷേത്രത്തിലെ ഈ മാസത്തെ തിരുവോണൂട്ട് വെള്ളിയാഴ്ച ആഘോഷിക്കും. രാവിലെ മുതൽ വിശേഷാൽ പൂജകൾ, മഹാഗണപതി ഹോമം, കാൽ കഴുകിച്ച് ഊട്ട്, ലക്ഷ്മി നാരായണ പൂജ, ഭൂമി പൂജ, 11-ന് പ്രസാദ ഊട്ട്, വൈകിട്ട് നിറമാല, ചുറ്റുവിളക്ക് എന്നിവയുമുണ്ടായിരിക്കും. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 7130 രൂപ, പവന് 57,040 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. പാറളം പഞ്ചായത്ത് കേരളോത്സവം സമാപിച്ചു. അമ്മാടം ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടി. ഹലോ ഇൻഡോർ ക്ലബിന്റെ 10ാം വാർഷികത്തോടനുബന്ധിച്ച് പാറളം പഞ്ചായത്തിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. എറണാകുളം അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസുമായി സഹകരിച്ചാണ് സൗജന്യ മെഡിക്കൽ ക്യാമ്പും സൗജന്യ മരുന്ന് വിതരണവും നടത്തിയത്. പെരുവനം അന്തർദേശീയ ഗ്രാമോത്സവത്തിന്റെ ലോഗോ ദുബായിലെ കേരളോത്സവ ചടങ്ങിൽ വെച്ച് പ്രകാശനം ചെയ്തു. മന്ത്രി PA മുഹമ്മദ് റിയാസ് വാദ്യകലാകാരനും സംഗീത നാടക അക്കാദമി ചെയർമാനുമായ മട്ടന്നൂർ ശങ്കരൻകുട്ടിക്ക് നൽകി പ്രകാശനം ചെയ്തു. CPM ചെയർപേരിയ സമ്മേളനത്തിന്റെ ഭാഗമായി സെമിനാർ സംഘടിപ്പിച്ചു. അവരുടെയും നമ്മുടെയും എന്ന വിഷയത്തിൽ സാംസ്കാരിക പ്രവർത്തകൻ K ജയദേവൻ വിഷയാവതരണം നടത്തി. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.